കേരളത്തിൻ്റെ രാഷ്ട്രീയം വർഗീയ ശക്തികൾക്ക് വീണു പോവുകയാണോ എന്ന ആശങ്കയോടുകൂടിയാണ് നിങ്ങളോട് ഞാനിന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം പി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും മുസ്ലിങ്ങളുമാണ് എന്ന ഒരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതും, അതിൻ്റെ പശ്ചാത്തലത്തിൽ സതീശൻ മന്ത്രിസഭയിൽ പരമാവധി മുസ്ലിം ലീഗിൻ്റെ MLA-മാരെ മന്ത്രിമാരാക്കാൻ നടത്തുന്ന ശ്രമവും, അതിനോട് ചേർന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ, വിദ്യാഭ്യാസം, ന്യൂനപക്ഷം തുടങ്ങിയ വകുപ്പുകൾ മുസ്ലിം ലീഗ് കൈയാളുന്നതും ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ വർഗീയമായിട്ടുള്ള വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയമായിട്ട് വഴിമാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വർഗീയ ശക്തിയെ മതേതരമാക്കുകയും സമുദായ താല്പര്യങ്ങളെ വർഗീയമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതാണ് വർഗീയ ശക്തി? മതമാണ് മുഖ്യം. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമുക്ക് സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കേവലം മതേതര ആഹ്വാനങ്ങളായിട്ട് മാറുകയും, എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നായ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി ഏറ്റെടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നത് വർഗീയമായിട്ട് പോവുകയും ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുക. അതായത് ഇവിടെ UDF അധികാരത്തിൽ കയറി കഴിയുമ്പോൾ അത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംഘടിത വോട്ട് ബാങ്ക് കൊണ്ടാണ് അധികാരത്തിൽ കയറിയത് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക നിരീക്ഷകർ വളരെ കൃത്യമായിട്ട് പണിപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ സത്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, ആകെ കോൺഗ്രസ് മത്സരിച്ച 95 സീറ്റിൽ 63 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മത്സരിച്ച 27-ൽ 22 സീറ്റുകളിൽ മുസ്ലിം ലീഗ് വിജയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 8 സീറ്റിലാകെ മത്സരിച്ചുവെങ്കിൽ അതിൽ 7 എണ്ണത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ RSP 5-ൽ 3 എണ്ണത്തിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഘടക കക്ഷികൾ ഈ രീതിയിൽ മത്സരത്തിൽ വിജയിച്ച് വരുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വോട്ട് കൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ കയറിയത് എന്നുള്ള ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കപ്പെടുന്നത്? ആ വ്യാഖ്യാനം സൃഷ്ടിക്കപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് ഇടുക്കിയിൽ മുഴങ്ങിയ ഒരു ശബ്ദമാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ നടത്തിയ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളും മുദ്രാവാക്യങ്ങളും. ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് കുറിക്കും നിയമങ്ങൾ, ആരാണ് ഈ വെള്ളാപ്പള്ളി, ആരാണ് ഈ സുകുമാരൻ, നോക്കിനട ഇത് ലീഗാണ്, പാണക്കാട്ടെ ലീഗാണ്. അതിൽ ആദ്യത്തെ മുദ്രാവാക്യം കേരളത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണോ? ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് കുറിക്കും നിയമങ്ങൾ. ലീഗാണ് കേരളത്തിൽ UDFനെ അധികാരത്തിലെത്തിച്ചത്. അതുകൊണ്ട് ലീഗ് പറഞ്ഞത് മാത്രം കേട്ടാൽ മതി എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് ഈ രാഷ്ട്രീയത്തെ, ഈ നിയമസഭ, പ്രത്യേകിച്ച് മന്ത്രിസഭാ തീരുമാനങ്ങളെ, മന്ത്രിമാരുടെ വകുപ്പുകളെയൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ശ്രദ്ധേയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള എത്ര ജില്ലകളാണ് ഉള്ളത്? ആകെ 28% വരുന്ന മുസ്ലിം സമുദായം. ആ 28%-ൽ എത്ര ജില്ലകളിൽ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യമുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഏകദേശം 70%, കാസർഗോഡ് 37%, കോഴിക്കോട് 39%, പാലക്കാട് വളരെ കുറഞ്ഞ ഒരു ശതമാനം നിരക്ക്. ഏകദേശം ഇത്രയും ജില്ലകളിൽ മാത്രമാണ്. ഒരു വയനാട് ഒരു പക്ഷേ ഉണ്ടാകും. അപ്പോൾ മലബാർ മേഖലയിലാണ് മുസ്ലിം സമുദായത്തിന്
ശക്തമായിട്ടുള്ള പ്രാതിനിധ്യമുള്ളത്, മുസ്ലിം ലീഗിനും ശക്തമായിട്ടുള്ള പ്രാതിനിധ്യമുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെ ആകെ മത്സരിച്ച സീറ്റുകളിൽ 11 ഇടത്താണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത്. കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ 2 മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ കാസർഗോഡ് ജയിച്ചു. കോഴിക്കോട് 3 മണ്ഡലങ്ങളിൽ. കൽപ്പറ്റയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് ജയിച്ചിരിക്കുന്നു. അങ്ങനെ ഏകദേശം 18 മണ്ഡലങ്ങളിലാണ് മുസ്ലിം ലീഗിന് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിൻ്റെ എത്ര സ്ഥാനാർത്ഥികൾക്ക് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കണക്ക് കൂടി നമ്മൾ എടുക്കുമ്പോഴാണ് ഈ മതേതര കേരളത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയ മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പൊന്നാനി, വണ്ടൂര്, നിലമ്പൂർ എന്നീ 3 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. പിന്നീട് മുസ്ലിങ്ങൾക്ക് കൂടി അത്യാവശ്യം സ്വാധീനമുണ്ട് എന്ന് കരുതപ്പെടുന്ന ബാലുശ്ശേരി, ആലുവ, പാലക്കാട്, അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ കേവലം 6 മണ്ഡലങ്ങളിൽ മാത്രമാണ് മുസ്ലിം ഭൂരിപക്ഷവും മുസ്ലിം സ്വാധീനവും ഉള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, UDF ഏകദേശം 18ഓളം വരുന്ന മണ്ഡലങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും കേവലം 6 മണ്ഡലങ്ങളിൽ മാത്രം അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലങ്ങൾ, അത് കോട്ടയം ജില്ലയുണ്ട്, പത്തനംതിട്ട ജില്ലയുണ്ട്, എറണാകുളം ജില്ലയുണ്ട്, ഇടുക്കി ജില്ലയുണ്ട്. ഇങ്ങനെയുള്ള മധ്യ കേരളത്തിൻ്റെ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ഈ ജില്ലകളിൽ മഹാഭൂരിപക്ഷം വരുന്ന ഈ ഇടങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഇടങ്ങളാണ്. അവിടെ കോട്ടയം ജില്ലയിൽ 3 ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പത്തനംതിട്ടയിൽ 1 എറണാകുളത്ത് 6, ഇടുക്കിയിൽ 3. പിന്നെ വയനാട് മലയോര ക്രൈസ്തവർക്ക് വലിയ പ്രാതിനിധ്യമുള്ള ഇടമാണ്. അവിടെ ടി സിദ്ദിഖ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി MLA ആയിട്ട് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ കണക്കാക്കിയാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ 13 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്സ് ആയിട്ട് ജയിച്ച് അധികാരത്തിൽ കയറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വീണ്ടും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ UDFൻ്റെ ഘടകകക്ഷികൾ എത്ര പേര് മത്സരിച്ച് ജയിച്ചിരിക്കുന്നു? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് 7 പേര്, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, തൊടുപുഴ, ഇരിങ്ങാലക്കുട, കോതമംഗലം, കുട്ടനാട് തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് അവർ വിജയിച്ച് മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് പിറവത്ത് നിന്നും, പാലായിൽ നിന്ന് മാണി സി കാപ്പൻ കോൺഗ്രസ് പിന്താങ്ങിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും ജയിച്ചു വന്നു. അപ്പോൾ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ 13 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുമ്പോൾ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യമുള്ള മേഖലകളിൽ കേവലം 3 അല്ലെങ്കിൽ 6 എന്ന് മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മുസ്ലിം ലീഗിന് അവിടെ 13 ഇടങ്ങളിൽ 18 ഇടങ്ങളിൽ വിജയിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, കേരളത്തിലെ UDFനെ അധികാരത്തിലെത്തിക്കുന്നതിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന് 63 സീറ്റുകളിൽ വിജയസാധ്യത ഉറപ്പിക്കുന്നതിൽ ഏത് സമുദായങ്ങൾ ശക്തിയുള്ള മേഖലകളിലാണ് സ്വാധീനം ശക്തിയായിട്ട് മാറിയത്? അതിൽ ഏറ്റവും ആദ്യം ഒരു സംഘടിത വോട്ട് ബാങ്ക് എന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈസ്തവ ഭൂരിപക്ഷ ഇടങ്ങളിലാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അത് ഏകദേശം 22-ന് മുകളിൽ ഒരു കണക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീടുള്ള മറ്റ് മണ്ഡലങ്ങളിൽ ഏകദേശം കേരളത്തിലെ 54% വരുന്ന ജനസംഖ്യയുള്ളത് ഇവിടുത്തെ ഹൈന്ദവരാണ്. ആ ഹൈന്ദവ ജനസാമാന്യത്തിൽ അവരിലെ മുന്നാക്ക ഹൈന്ദവ വിഭാഗത്തിൻ്റെയും പിന്നാക്ക ഹൈന്ദവ വിഭാഗത്തിൻ്റെയും കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ ഈ തവണ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് വന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വിജയിക്കാനായിട്ട് കാരണമായിട്ട് തീർന്നത്. പക്ഷേ ഇവിടെ രൂപീകരിക്കപ്പെടുന്ന നറേറ്റീവ് എന്താണ്? ഇവിടെ രൂപീകരിക്കപ്പെടുന്ന നറേറ്റീവ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, അതല്ല എങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് UDF സർക്കാർ അധികാരത്തിൽ കയറിയത് എന്നുള്ളത്. അത് തീർത്തും തെറ്റാണ് എന്ന്
കണക്കുകൾ വളരെ സ്പഷ്ടമായിട്ട് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിൽ ഒരു സ്വാധീന ശക്തിയായിട്ട് നിലകൊള്ളുന്നത് അവരുടെ വോട്ട് ബാങ്ക് കാണിച്ചുകൊണ്ടാണ് എങ്കിൽ മറ്റ് മത സാമുദായിക വിഭാഗങ്ങൾക്കും ഈ വോട്ട് ബാങ്ക് ഉണ്ട്. പക്ഷേ അവരുടെ മതപരമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള ഒരു ഐക്യബോധത്തോടെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് വിലപേശൽ നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഈ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷവും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് ആ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് എന്നാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും വിചാരിക്കുന്നത്. ആ വിചാരം തെറ്റാണ് എന്ന് നാളെ പറയാൻ ഇടവരാതെ ഇരിക്കത്തക്ക രീതിയിൽ കോൺഗ്രസ് അവരുടെ മതേതരത്വത്തിൻ്റെ മഹത്വം ഇങ്ങനെയുള്ള മുന്നണി സമവാക്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വീണുപോകാതെ കാത്തുസൂക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി.